അബ്ദുല്ലയുടെയും ഫാത്തിമയുടെയും 60 വർഷം നീണ്ട ദാമ്പത്യമായിരുന്നു. 6 അടി മണ്ണിൽ ഫാത്തിമ വിട പറഞ്ഞപ്പോൾ അവളുടെ കൂടെ തന്റെ ജീവിതത്തിന്റെ പകുതിയും ആത്മാവും പോയെന്ന് അബ്ദുല്ലയ്ക്ക് തോന്നി. വാർദ്ധക്യത്തിന്റെ നരച്ച കാലത്തൊരു തണൽമരം പോലെ കൂടെ നിന്നവൾ ഇല്ലാതായപ്പോൾ വീടിന്റെ ഓരോ ചുവരുകൾക്കും അവൾ പോയതിന്റെ വേദനയുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അവളില്ലാത്ത ഈ വീട് ഒരു ഓർമ്മയുടെ ശൂന്യതയിൽ നിന്നു. ആദ്യ ദിവസങ്ങളിൽ വീടിന്റെ ഓരോ കോണിലും ഫാത്തിമയുടെ ഓർമ്മകൾ തളം കെട്ടിനിന്നു. അടുക്കളയിൽ പാത്രങ്ങൾ ശബ്ദിക്കുമ്പോൾ അത് ഫാത്തിമയാണെന്ന് ഒരു നിമിഷം അയാൾ തെറ്റിദ്ധരിച്ചു. മുറ്റത്തെ ചെടികൾ നനയ്ക്കുമ്പോൾ അവളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. എല്ലാം ഒരു നിഴൽ പോലെ അയാളെ പിന്തുടർന്നു. പക്ഷേ എല്ലാ ഓർമ്മകൾക്കും ഒരു കാലഹരണ ദിനമുണ്ടെന്ന് ആ നിശ്ശബ്ദത അയാളെ പഠിപ്പിച്ചു. അവളുടെ സാന്നിധ്യം പതിയെ പതിയെ ഒരു ശൂന്യതയായി മാറാൻ തുടങ്ങി. മാസങ്ങൾ കടന്നുപോയി. മക്കളും പേരക്കുട്ടികളും വന്നു മടങ്ങുമ്പോൾ അവരുടെ മുഖങ്ങളിൽ സന്തോഷം കാണുന്നത് അബ്ദുല്ലയ്ക്ക് ആശ്വാസം നൽകി. പക്ഷെ അവർ പോയിക്കഴിഞ്ഞാൽ ആ വീട് വീണ്ടും ഇരുട്ടിലായി. ഒരു ദിവസം പേരക്കുട്ടി ആലിയാണ് ഉമ്മുമ്മയെ ഓർത്ത് സംസാരിച്ചത്. ഉമ്മുമ്മ എപ്പോഴും എന്തോ ഒളിപ്പിച്ചു വെക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടല്ലേ ഉപ്പാപ്പ? അവന്റെ നിഷ്കളങ്കമായ ചോദ്യം അബ്ദുല്ലയെ ചിന്തിപ്പിച്ചു. അത് സത്യമാൻ ഫാത്തിമയ്ക്ക് ചില ചെറിയ രഹസ്യങ്ങളുണ്ടായിരുന്നു. അബ്ദുല്ല ചോദിക്കുമ്പോൾ മാത്രം അവൾ ചിരിച്ചു ഒഴിഞ്ഞുമാറും. ഒരു ചിരിയോടെ രഹസ്യങ്ങൾ മറയ്ക്കുന്ന പ്രകൃതമായിരുന്നു അവൾക്ക്. അവൾക്കു മാത്രമറിയാവുന്ന ഒരു ലോകം അവൾക്കുണ്ടായിരുന്നു. ആലിയുടെ ചോദ്യം അബ്ദുല്ലയുടെ മനസ്സിൽ ഒരു തിരിയിട്ടു. ഫാത്തിമ പോയതിനുശേഷം തുറക്കാത്ത അവളുടെ മുറിയിലേക്ക് അയാൾ കയറി. എല്ലാം പഴയതുപോലെ വൃത്തിയായി അടുക്കിവച്ചിരിക്കുന്നു. കാലത്തിന്റെ മണം ആ മുറിയിലുണ്ടായിരുന്നു. അവൾ എന്നുമിരുന്ന കസേര, അവൾ പുസ്തകങ്ങൾ വെച്ചിരുന്ന ചെറിയ അലമാര, അവളുടെ നെയ്ത്തുപകരണങ്ങളെല്ലാം അവിടെയുണ്ട്. എല്ലാത്തിനും ഫാത്തിമയുടെ മണമുണ്ടായിരുന്നു. മരത്തടിയിൽ കൊത്തിയുണ്ടാക്കിയ അവളുടെ ചെറിയ പെട്ടികൾ അയാൾ കണ്ടു. സാധാരണയായി അതിൽ അവളുടെ മരുന്നുകളും ആഭരണങ്ങളും മാത്രമാണുണ്ടായിരുന്നത്. ഒരു നൊമ്പരത്തോടെ അബ്ദുല്ല ഓരോ പെട്ടിയും തുറന്നുനോക്കി. പെട്ടെന്ന് കട്ടിലിനടിയിൽ പഴയതും പൊടിപിടിച്ചതുമായ ഒരു പെട്ടി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന്റെ താക്കോൽ ഫാത്തിമയുടെ താക്കോൽ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. അയാൾ പഴയൊരു കത്തി ഉപയോഗിച്ച് അത് പൊളിച്ചു തുറന്നു. ഉള്ളിൽ പഴയതും കീറിത്തുടങ്ങിയതുമായ ഒരു ഡയറിയും കുറച്ച് കത്തുകളും സൂക്ഷിച്ചിരുന്നു. അയാളുടെ കൈകൾ വിറച്ചു. ഒരു ഭയം അയാളെ പിടികൂടി. ഇത്രയും കാലം അവൾ തന്നിൽ നിന്നും മറച്ചുവെച്ചത് എന്തായിരിക്കും? അവിശ്വസനീയമായ ഒരു സത്യം ആ കത്തുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞു. കൈകളിൽ കിടന്ന് വിറച്ച ആ പെട്ടി 60 വർഷം നീണ്ട ദാമ്പത്യബന്ധത്തിൽ താൻ അറിയാതെ പോയ ഒരു രഹസ്യത്തിന്റെ താക്കോലാണെന്ന് അപ്പോൾ അയാൾ അറിഞ്ഞിരുന്നില്ല. അയാളുടെ വിരലുകൾ ആ കത്തുകളിലൂടെ ഓട്ടി. അവൾ തന്റെ സഹോദരനായ ഇബ്രാഹീമുമായി രഹസ്യമായി ബന്ധപ്പെട്ടിരുന്നു എന്നതായിരുന്നു ആദ്യത്തെ കത്തിലെ ഉള്ളടക്കം. താൻ 40 വർഷം മുൻപ് കുടുംബസ്വത്ത് മോഷ്ടിച്ചുവെന്ന് തെറ്റിദ്ധരിച്ച് വീട് വിട്ടിറക്കിയ സഹോദരനായിരുന്നു ഇബ്രാഹീം. ഇബ്രാഹീമിനെ ഓർക്കുമ്പോൾ അബ്ദുല്ലയുടെ മനസ്സിൽ കോപത്തിന്റെ കനലുകൾ ആളിക്കത്തി. പെട്ടെന്ന് ആ കത്തുകൾക്കൊരു പ്രത്യേകതയുണ്ടെന്ന് അബ്ദുല്ല മനസ്സിലാക്കി. അവൾ ഇബ്രാഹിമിനെഴുതിയ കത്തുകളല്ല, ഇബ്രാഹിമിൽ നിന്നും അവൾക്ക് വന്ന കത്തുകളായിരുന്നു അവ. ഓരോ കത്തിലും ഇബ്രാഹിം എഴുതിയിരുന്നത് അബ്ദുല്ലയുടെ ചോദ്യങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു. ഞാൻ സ്വത്തു മോഷ്ടിച്ചെന്ന് എന്റെ ഫാത്തിമ ഈ കത്തുകൾ രഹസ്യമായി വെച്ചതെന്തിനാണെന്ന് അബ്ദുല്ലയുടെ മനസ്സ് ചോദിച്ചു. തുടർന്ന് അവൾ എഴുതിയ ഒരു കത്ത് അയാളുടെ കണ്ണിൽപ്പെട്ടു. പ്രിയപ്പെട്ട ഇബ്രാഹിമേട്ടൻ, അബ്ദുല്ലക്കാക്ക് തെറ്റ് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം എന്റെ ഏട്ടനെ തേടിവരും. രോഗം കൊണ്ട് എന്റെ ഏട്ടൻ ക്ഷീണിതനാൻ ഞാൻ എന്റെ കയ്യിലുള്ളതെല്ലാം അദ്ദേഹത്തിന് അയക്കുന്നുണ്ട്. പെട്ടെന്ന് അബ്ദുല്ലയുടെ കൈകൾ തളർന്നു. അയാൾ കസേരയിലിരുന്നുപോയി. 60 വർഷം താൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഭാര്യ തന്നിൽ നിന്ന് ഒരു രഹസ്യം മറച്ചുവെച്ചതിന് കാരണം താനായിരുന്നു. താൻ 40 വർഷം മുൻപ് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട സഹോദരൻ നിരപരാധിയായിരുന്നെന്നും അതറിഞ്ഞിട്ടും താൻ ഒരിക്കൽ പോലും സത്യം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നില്ലെന്നും അബ്ദുല്ല തിരിച്ചറിഞ്ഞു. ഭാര്യയുടെ കത്തുകൾ വായിച്ചു തീർന്നപ്പോൾ അയാളുടെ മനസ്സിൽ സ്നേഹവും സ്നേഹമില്ലായ്മയും തമ്മിലുള്ള ഒരു യുദ്ധം നടന്നു. ഫാത്തിമയുടെ കത്തുകൾ അബ്ദുല്ലയുടെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. വായിച്ചു തീർന്നപ്പോൾ കസേരയിൽ തളർന്നിരുന്ന അയാളുടെ ഉള്ളിൽ ഒരു വലിയ ശൂന്യത നിറഞ്ഞു. താൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റിനു പിന്നിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നിശബ്ദമായ സ്നേഹവും ത്യാഗവുമുണ്ടായിരുന്നെന്ന സത്യം അയാളെ ചുട്ടുപൊള്ളിച്ചു. 40 വർഷം മുൻപ് ഒരു നിമിഷത്തെ കോപത്തിൽ താൻ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട സഹോദരൻ നിരപരാധിയായിരുന്നു. അബ്ദുല്ലയുടെ അന്ധമായ വിശ്വാസവും ധൃതിപ്പെട്ടുള്ള തീരുമാനവുമാണ് ഇബ്രാഹിമിന്റെ ജീവിതം തകർത്തത്.
ഫാത്തിമയുടെ ഓരോ കത്തിലും ഇബ്രാഹിം അനുഭവിച്ച ദുരിതങ്ങൾ, രോഗാവസ്ഥ, ഏട്ടനോടുള്ള സ്നേഹം എന്നിവ വ്യക്തമായിരുന്നു. താൻ അഹങ്കാരത്തോടെ തലയുയർത്തി നടന്നപ്പോൾ അവൾ രഹസ്യമായി തന്റെ സഹോദരനെ സഹായിക്കുകയായിരുന്നു. ഒരു ഭാര്യയെന്ന നിലയിലും ഒരു സഹോദരിയെന്ന നിലയിലും അവൾ ആ ബന്ധം മുറിയാതെ കാത്തു. എന്നാൽ താൻ എന്തു ചെയ്തു? തന്റെ അഭിമാനത്തിനും കോപത്തിനും വേണ്ടി ഏറ്റവും സ്നേഹമുള്ള രണ്ടുപേരെ വേദനിപ്പിച്ചു. രാത്രി മുഴുവൻ അബ്ദുല്ലയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സ് കുറ്റബോധത്തിന്റെ കനലിൽ കിടന്നുവെന്തു. പ്രഭാത നമസ്കാരത്തിനു മുമ്പ് അയാൾ ഫാത്തിമയുടെ മുറിയിൽ വീണ്ടും കയറി. പെട്ടിയിൽ അവൾ ഒരു ചെറിയ തുണിക്കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മനോഹരമായ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്, ഒരു വീടിന്റെ ചിത്രം. അതിനടിയിൽ ഏട്ടന്റെ സ്വപ്നമെന്ന് ഫാത്തിമ അറബിയിൽ എഴുതിയിരുന്നു. അയാൾ ഓർത്ത് ഇബ്രാഹിമിന്റെ സ്വപ്നമായിരുന്നു അത്. ഒരു നാൾ ഒരു വീട് പണിത് അവിടെ താമസിക്കണം എന്ന സ്വപ്നം. അപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലായി. ഇബ്രാഹിം മോഷ്ടിച്ചുവെന്ന് താൻ കരുതിയ കുടുംബസ്വത്ത് ഫാത്തിമ തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വീടുണ്ടാക്കാൻ രഹസ്യമായി അയച്ചു കൊടുക്കുകയായിരുന്നു. കൂടുതൽ ചിന്തിക്കാൻ അബ്ദുല്ലയ്ക്ക് സമയമുണ്ടായിരുന്നില്ല. ഈ നിമിഷം തനിക്ക് ഒരേയൊരു ലക്ഷ്യം മാത്രമേയുള്ളൂ: ഇബ്രാഹിമിനെ കണ്ടെത്തുക, മാപ്പ് പറയുക, അവന്റെ കൈകളിൽ പിടിക്കുക. അബ്ദുല്ല താമസിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള പട്ടണത്തിലേക്ക് ഇബ്രാഹിം താമസം മാറിയെന്ന് ഫാത്തിമയുടെ കത്തുകളിൽ നിന്ന് അയാൾക്ക് മനസ്സിലായി. അവിടെ രോഗാവസ്ഥയിൽ കഴിയുകയാണെന്നും അവൾ എഴുതിയിരുന്നു. അബ്ദുല്ല തന്റെ മകനെ വിളിച്ചു കാര്യങ്ങൾ ചുരുക്കി വിവരിച്ചു. മകൻ ഞെട്ടിപ്പോയി, പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഉപ്പാ, ഞാൻ വരാം, അവൻ പറഞ്ഞു. വേണ്ട മോനെ, ഇത് എന്റെ യാത്രയാണ്, എന്റെ ആത്മാവിന്റെ പ്രായശ്ചിത്തത്തിനുള്ള യാത്ര എന്നു പറഞ്ഞ് അബ്ദുല്ല ഒറ്റയ്ക്കിറങ്ങി. പഴയ തെരുവുകളും കെട്ടിടങ്ങളും അയാൾ കണ്ടു. ഒരു കാലത്ത് തന്റെ സഹോദരന്റെ സ്വപ്നങ്ങളുണ്ടായിരുന്ന മണ്ണ്. അബ്ദുല്ല ഇബ്രാഹിമിനെ തിരക്കി നടന്നു. ഒടുവിൽ ഒരു ഉൾഗ്രാമത്തിലെ ചെറിയ വീട്ടിൽ വെച്ച് അയാൾ ഇബ്രാഹിമിനെ കണ്ടുമുട്ടി. കട്ടിലിൽ അവശനായി കിടക്കുന്ന ഒരു മനുഷ്യൻ. ആ പഴയ രൂപം അയാളിൽ നിന്നും മാറിയിരുന്നു. ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് 40 വർഷങ്ങൾ വേണ്ടിവന്നു. ഇബ്രാഹിം ദുർബലമായ ശബ്ദത്തിൽ ചിരിച്ചു. ഏട്ടൻ വന്നല്ലോ, അത് മതി എനിക്ക്. അവരുടെ ആലിംഗനം 40 വർഷത്തെ വേദനയും അകൽച്ചയും ഇല്ലാതാക്കി. അവർ പരസ്പരം ക്ഷമിച്ചു. ഇബ്രാഹിമിനറിയാമായിരുന്നു ഈ യാത്രയുടെ കാരണമെന്താണെന്ന്. ഫാത്തിമയെക്കുറിച്ച് അവർ സംസാരിച്ചു. അവൾ ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച്, രഹസ്യമായി അവൾ സഹോദരങ്ങളെ ഒരുമിച്ച് നിർത്താൻ ശ്രമിച്ചതിനെക്കുറിച്ച്. അബ്ദുല്ലക്ക, ഫാത്തിമയെപ്പോലൊരു ഭാര്യയെ ലഭിച്ചത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഇബ്രാഹിം പറഞ്ഞു. അബ്ദുല്ല ഒന്നും പറയാൻ കഴിയാതെയിരുന്നു. ഈ ലോകം തനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം ഫാത്തിമയായിരുന്നെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ പുലർച്ചെ നമസ്കാരത്തിന് ശേഷം ഇബ്രാഹിം അബ്ദുല്ലയുടെ കൈകളിൽ കിടന്ന് ശാന്തമായി ഈ ലോകത്തോട് വിട പറഞ്ഞു. അവന്റെ മുഖത്ത് സമാധാനമുണ്ടായിരുന്നു. അബ്ദുല്ലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇബ്രാഹിമിന്റെ കബറടക്കം കഴിഞ്ഞപ്പോൾ അബ്ദുല്ലയ്ക്ക് തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഒന്നിനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായി. അതൊരു മനുഷ്യനല്ല, മറിച്ച് താൻ ഇക്കാലമത്രയും അറിയാതെ പോയ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ഒരു ലോകമായിരുന്നു. ഇബ്രാഹിമിന്റെ മരണം ഒരവസാനമായിരുന്നില്ല, അതൊരു പുതിയ തുടക്കമായിരുന്നു. തന്റെ ജീവിത വീക്ഷണം തിരുത്തിയെഴുതാനുള്ള ഒരു തുടക്കം. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ അബ്ദുല്ല നേരെ ഫാത്തിമയുടെ മുറിയിലേക്കാണ് പോയത്. ആ പെട്ടിയിൽ ഇനിയും അറിയാത്ത രഹസ്യങ്ങളുണ്ടെന്ന് അയാൾക്ക് തോന്നി. ഡയറിക്കുറിപ്പുകളും കത്തുകളും അരിച്ചുപെറുക്കി നോക്കുമ്പോൾ അവൾ എഴുതിയ ഒരു ചെറിയ പുസ്തകം അയാൾക്ക് ലഭിച്ചു. നന്മയുടെ വഴികൾ എന്നായിരുന്നു അതിന്റെ പേര്. ആ പുസ്തകത്തിലെ ഓരോ താളിലും ഫാത്തിമ ചെയ്ത നന്മയുടെ പ്രവൃത്തികളെക്കുറിച്ചുള്ള കുറിപ്പുകളുണ്ടായിരുന്നു. അതിലെ ആദ്യത്തെ കുറിപ്പൊരു കാലത്ത് അവൾക്ക് ജോലി ചെയ്തിരുന്ന വീട്ടിലെ ഒരു പാവപ്പെട്ട സ്ത്രീയെക്കുറിച്ചായിരുന്നു. ആ സ്ത്രീയുടെ മകളുടെ കല്യാണത്തിന് ഫാത്തിമ തന്റെ കൈയിലുള്ള സ്വർണം രഹസ്യമായി വിറ്റുകൊടുത്തിരുന്നു. അതറിഞ്ഞിട്ടും അബ്ദുല്ല ആ സ്ത്രീയെ സഹായിക്കാൻ പോയിരുന്നില്ല. അബ്ദുല്ലക്കാക്ക് ദയ്യയുടെ വില മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് അവൾ ഡയറിയിൽ എഴുതിയിരുന്നു. അതുപോലെ അബ്ദുല്ലയുടെ കച്ചവട സ്ഥാപനത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന കരീമിന്റെ കുടുംബത്തിന് വീടുവെക്കാൻ രഹസ്യമായി സാമ്പത്തിക സഹായം നൽകിയത് ഫാത്തിമയായിരുന്നു. കരീമിന്റെ ഭാര്യയ്ക്ക് ഗുരുതരമായ രോഗം വന്നപ്പോൾ ചികിത്സയ്ക്ക് പണം നൽകിയതും അവളായിരുന്നു. കരീമിന് പോലും ഇതറിയാമായിരുന്നില്ല. അബ്ദുല്ല ഓർത്തു, താൻ വലിയ കച്ചവടക്കാരനാണ് എന്ന അഹങ്കാരത്തിൽ ജീവിക്കുമ്പോൾ ഫാത്തിമ തന്റെ നിശബ്ദമായ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കുകയായിരുന്നു. അവൾ ചെയ്ത ഒരുപാട് നന്മകൾ. അവൾ തന്റെ പഴയ തയ്യൽ മെഷീൻ വിറ്റുകിട്ടിയ പണം പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിനായി നൽകി. തന്റെ പെൻഷൻ തുകയിൽ നിന്ന് ദിവസവും പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങി നൽകി. സ്വന്തമായി കാറുണ്ടായിട്ടും അവൾ ബസ്സിൽ യാത്ര ചെയ്തു ആ പണം മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിച്ചു. ഈ കുറിപ്പുകൾ വായിച്ചപ്പോൾ
അബ്ദുല്ലയ്ക്ക് താൻ എത്രത്തോളം സ്വാർത്ഥനും അഹങ്കാരിയുമായിരുന്നു എന്ന് മനസ്സിലായി. തന്റെ ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവൻ പണമായിരുന്നു. എന്നാൽ ഫാത്തിമ സമ്പാദിച്ചത് സ്നേഹവും മനുഷ്യത്വവുമായിരുന്നു. ആ തിരിച്ചറിവ് അയാളെ ആഴത്തിൽ സ്വാധീനിച്ചു. പിന്നീട് അബ്ദുല്ല തന്റെ വീടിന്റെ പിൻഭാഗത്തുള്ള വിശാലമായ പൂന്തോട്ടം മുഴുവൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. മുമ്പ് തന്റെ സൗന്ദര്യബോധം മറ്റുള്ള ഫാത്തിമ ചെയ്ത സഹായങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞു. അബ്ദുല്ല സ്വന്തം പണമുപയോഗിച്ച് അവർക്ക് പുതിയൊരു വീട് വെച്ചുകൊടുത്തു. കരീമും കുടുംബവും മാത്രമല്ല, ഫാത്തിമ രഹസ്യമായി സഹായിച്ചിരുന്ന എല്ലാവരുമായും അബ്ദുല്ല ബന്ധപ്പെട്ടു. അങ്ങനെ ഫാത്തിമയുടെ കാരുണ്യത്തിന്റെ പാത പിന്തുടർന്ന് അയാൾ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി. അതോടെ അയാളുടെ ജീവിതത്തിന് പുതിയൊരു അർത്ഥം ലഭിച്ചു. ജീവിതത്തിൽ സ്നേഹവും ക്ഷമയും മനുഷ്യത്വവുമാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് അബ്ദുല്ല തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവോടെ അയാൾ ഫാത്തിമയുടെ കബറിടത്തിനരികിൽ പോയി. ഫാത്തിമാനിന്റെ സ്നേഹം ഒരു അധ്യാപികയെപ്പോലെ എന്റെ ജീവിതത്തെ തിരുത്തിയെഴുതി എന്നു പറഞ്ഞ് അയാൾ നിറകണ്ണുകളോടെ അവളുടെ കല്ലറയിൽ തല ചായ്ച്ചു. അബ്ദുല്ലയുടെ പഴയ ജീവിതം അവസാനിച്ചിരിക്കുന്നു. ഇനിയുള്ള അയാളുടെ ജീവിതം മറ്റുള്ളവർക്കു വേണ്ടിയുള്ളതാണ്. ഫാത്തിമയുടെ കല്ലറയിൽ നിന്ന് മടങ്ങിയ അബ്ദുല്ലയ്ക്ക് തന്റെ ജീവിതം ഒരു പുഴ പോലെ വഴിമാറുന്നതുപോലെ തോന്നി. നന്മയുടെ ആ കുറിപ്പുകൾ ഒരു വഴികാട്ടിയായി അയാളുടെ മനസ്സിൽ നിറഞ്ഞുനിന്നു. വീട്ടിലെത്തിയപ്പോൾ ഫാത്തിമ തുന്നിച്ചേർത്ത പഴയ പുതപ്പുകൾ അയാൾ കണ്ടു. ഓരോ നൂലിഴയിലും അവളുടെ സ്നേഹവും ത്യാഗവും നിശബ്ദമായ പ്രാർത്ഥനയുമുണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഈ പുതപ്പുകൾ പോലും ആർക്കോ ഒരു തണലായി മാറാനായി കാത്തിരിക്കുകയാണെന്ന് അയാൾക്കു തോന്നി. അബ്ദുല്ല തന്റെ മകനെയും മരുമകളെയും പേരക്കുട്ടികളെയും വിളിച്ചു. തന്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ചും ഫാത്തിമയുടെ മഹത്തായ രഹസ്യങ്ങളെക്കുറിച്ചും അയാൾ അവരോട് തുറന്നു പറഞ്ഞു. അവർ അമ്പരന്നുപോയി. അവരുടെ കണ്ണുകളും നിറഞ്ഞു. ഉമ്മുമ്മയെക്കുറിച്ച് ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല, മരുമകൾ പറഞ്ഞു. ഞങ്ങൾ കരുതിയത് ഉമ്മുമ്മ ഒരു സാധാരണ വീട്ടമ്മയാണെന്നാണ്. അബ്ദുല്ല പുഞ്ചിരിച്ചു. അവൾ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നില്ല, അവൾ നന്മയുടെ ഒരു കടലായിരുന്നു. പിന്നീട് അബ്ദുല്ല തന്റെ ബിസിനസ്സിൽ വലിയൊരു മാറ്റം വരുത്തി. മുമ്പ് ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന അയാൾ തന്റെ കച്ചവട സ്ഥാപനത്തിൽ പാവപ്പെട്ടവർക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ നൽകാനായി ഒരു പ്രത്യേക വിഭാഗം തുടങ്ങി. തന്റെ ലാഭത്തിന്റെ ഒരു ഭാഗം അദ്ദേഹം അനാഥാലയങ്ങൾക്കും വൃദ്ധസദനങ്ങൾക്കും നൽകി. അബ്ദുല്ലയുടെ പഴയ സുഹൃത്തുക്കൾക്ക് ഈ മാറ്റം അത്ഭുതമായി തോന്നി. അവർ ചോദിച്ചു, നിനക്ക് എന്തുപറ്റി അബ്ദുല്ല? അബ്ദുല്ല ചിരിയോടെ മറുപടി പറഞ്ഞു, ഫാത്തിമ പഠിപ്പിച്ച ഒരു പാഠം. ജീവിതത്തിൽ പണമല്ല, മനുഷ്യത്വമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അബ്ദുല്ല തന്റെ വീട്ടുമുറ്റത്തെ പൂന്തോട്ടം വികസിപ്പിച്ച് ഒരു വലിയ സാമൂഹിക കേന്ദ്രമാക്കി മാറ്റി. അവിടെ ദിവസവും വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കായി പാഠങ്ങൾ പഠിപ്പിക്കാനും മുതിർന്നവർക്ക് ഒത്തുചേരാനുമുള്ള സൗകര്യങ്ങളൊരുക്കി. ആളുകൾ അവിടെ വന്ന് കഥകൾ പറഞ്ഞു ചിരിച്ചു പരസ്പരം സഹായിച്ചു. ആ പൂന്തോട്ടം ഒരു പുതിയ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ചു. ഫാത്തിമയുടെ ഓർമ്മകൾ ആ പുഷ്പങ്ങളിൽ തങ്ങിനിന്നു. ഒരു ദിവസം അബ്ദുല്ലയുടെ പഴയ കൂട്ടുകാരൻ ഒരു വലിയ വീടിന്റെ ചിത്രവുമായി വന്നു. അത് വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം തന്റെ കത്തുകളിൽ എഴുതിയ ആ വീടായിരുന്നു തന്റെ സ്വപ്നഭവനം. അബ്ദുല്ല അത്ഭുതത്തോടെ നോക്കി. ആ വീട് ആരുടേതാണെന്ന് അയാൾ ചോദിച്ചു. ഇബ്രാഹിമിന്റെയാണവന്റെ മകൻ അത് പൂർത്തിയാക്കി എന്ന് കൂട്ടുകാരൻ പറഞ്ഞു. അബ്ദുല്ലയുടെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ സഹോദരന്റെ സ്വപ്നം പൂർത്തിയാക്കാൻ ഫാത്തിമയാണ് സഹായിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി. അബ്ദുല്ല ആ വീടിനടുത്തേക്ക് പോയി. ഇബ്രാഹിമിന്റെ മകനായ അഷ്റഫ് അവനെ സ്വീകരിച്ചു. അവർ പഴയ കാര്യങ്ങൾ സംസാരിച്ചു. പഴയ വേദനകളും ഓർമ്മകളും എന്റെ തെറ്റ് മനസ്സിലാക്കിയതുകൊണ്ടാണ്. എന്റെ തെറ്റ് തിരുത്താനുള്ള ഒരേയൊരു വഴി എന്റെ ജീവിതം മറ്റുള്ളവർക്കു വേണ്ടി ജീവിക്കുക എന്നതാണ്. അബ്ദുല്ല തന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഫാത്തിമയുടെ ഓർമ്മകൾ മാപ്പ് നൽകിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് ശാന്തത അനുഭവപ്പെട്ടു. അബ്ദുല്ലയുടെ ജീവിതത്തിലെ ഓരോ പ്രഭാതവും ഇപ്പോൾ പുതിയൊരർത്ഥത്തോടെയാണ് ഉണരുന്നത്. മുംതന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ വളർച്ച മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. എന്നാൽ ഇപ്പോൾ ഓരോ ദിവസവും ഒരു പുതിയ നന്മയുടെ വിത്ത് പാകാനുള്ള അവസരമായി അയാൾ കണ്ടു. ഫാത്തിമയുടെ ഡയറിക്കുറിപ്പുകളിലെ ഓരോ പേജും അയാളുടെ വഴികാട്ടിയായി. ഈ പുതിയ ജീവിതത്തിൽ അബ്ദുല്ല തന്റെ പഴയ അഹങ്കാരമെല്ലാം ഉപേക്ഷിച്ചു. അദ്ദേഹം സമൂഹത്തിന്റെ ഭാഗമായി ജീവിച്ചു. വൈകുന്നേരങ്ങളിൽ പൂന്തോട്ടത്തിലെ കുട്ടികളോടൊപ്പം സമയം ചെലവഴിച്ചു. അവർക്ക് കഥകൾ പറഞ്ഞുകൊടുത്തു. അവരുടെ കളികളിൽ പങ്കുചേർന്നു. ആ കുട്ടികൾക്ക് അയാൾ അവരുടെ ഉപ്പൂപ്പയെപ്പോലെയായിരുന്നു. ഒരു ദിവസം അബ്ദുല്ലയുടെ മകൻ വന്നു പറഞ്ഞു, ഉപ്പാവാപ്പയും ഉമ്മുമ്മയും ഞങ്ങൾക്കുവേണ്ടി ഒരുപാട് ചെയ്തു. ഞങ്ങളും ഈ സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ആ വാക്കുകൾ അബ്ദുല്ലയുടെ ഹൃദയത്തിൽ സന്തോഷം നിറച്ചു. തന്റെ കുടുംബത്തിൽ നന്മയുടെ പുതിയൊരു സൂര്യോദയമുണ്ടായിരിക്കുന്നു. അബ്ദുല്ല പിന്നീട് കണ്ടത് മറ്റൊന്നായിരുന്നു.
വർഷങ്ങൾക്ക് മുമ്പ് തന്റെ സഹോദരനെതിരെ കള്ളസാക്ഷി പറഞ്ഞ മനുഷ്യൻ അയാളെ കാണാൻ വന്നു. അയാൾക്ക് അബ്ദുല്ലയോട് മാപ്പ് പറയാനുണ്ടായിരുന്നു. അബ്ദുല്ല പുഞ്ചിരിയോടെ അയാളെ സ്വീകരിച്ചു. നിങ്ങൾക്ക് മാപ്പ് നൽകാൻ ഞാൻ ആളല്ല, പക്ഷേ അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അബ്ദുല്ല പറഞ്ഞു. ആ വാക്കുകൾ അയാളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി. ഇബ്രാഹീമിന്റെ വീട് അഷ്റഫ് സ്വീകരിച്ചില്ല. പക്ഷേ അബ്ദുല്ലയുടെ നിർബന്ധം കാരണം അവൻ ആ വീട് ഒരു അനാഥാലയമായി മാറ്റാൻ സമ്മതിച്ചു. അബ്ദുല്ലയുടെ സഹായത്തോടെ ആ വീട് പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു അഭയകേന്ദ്രമായി. അബ്ദുല്ലയുടെ ജീവിതം ഒരു നദി പോലെ ശാന്തമായി ഒഴുകി. ഒടുവിൽ തന്റെ പ്രിയപ്പെട്ട ഫാത്തിമയെ പോലെ സ്നേഹവും ക്ഷമയും മനുഷ്യത്വവുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് അയാൾ ലോകത്തിന് കാണിച്ചുകൊടുത്തു. അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പാഠമായി. ഫാത്തിമയുടെ ഓർമ്മകൾ ഒരു പുഴ പോലെ ഒഴുകി മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മയുടെ ഒരു കടൽ സൃഷ്ടിച്ചു.